നിങ്ങൾ അറിഞ്ഞാൽ ഞെട്ടും. ഓരോ മലയാളിയും അറിയേണ്ടതാണ്, ദിലീപിനെതിരെ നടക്കുന്നത് ഒരു നരനായാട്ടാണ്. ബാലേന്ദ്രകുമാറിന്റെ ആരോപണങ്ങൾ പച്ചക്കള്ളങ്ങളും അർത്ഥസത്യങ്ങളുമാണ്. അപ്പം മഞ്ജു വാര്യരെ അധിക്ഷേപിച്ചാൽ അത് സ്ത്രീത്വത്തോടുള്ള അപമാനവും, കാവ്യമാധവനെ അധിക്ഷേപിച്ചാൽ അത് പുരോഗമനപരമാവൂ. എന്തായാലും കേസ് നോക്കുമെന്ന് ബാക്കി ആരെ കാട്ടിയും ഡിവൈഎസ്പി ബൈജു പൗലോസിനടക്കമുള്ള ആൾക്കാർക്കറിയാം. അപ്പോൾ തോക്കുമ്പോൾ തങ്ങളുടെ മുഖം സേവ് ചെയ്യാനായി നിങ്ങൾ ശ്രദ്ധിക്കൂ. ദിലീപ് വിരോധികളെ ഞങ്ങൾ പരമാവധി അവരെ ദ്രോഹിച്ചു. താങ്കൾ ദിലീപിൻ്റെ കേസിലോട്ട് വരികയാണ്. താങ്കൾ ദിലീപിനെതിരെ സാഹചര്യ തെളിവുകളും മറ്റനേകം കാര്യങ്ങളും ഉയർന്നു വന്നുകൊണ്ടേയിരുന്നപ്പോഴും, വിമർശനങ്ങളും തെളിവുകളും എല്ലാം ഉയർന്നു വന്നുകൊണ്ടേയിരുന്നപ്പോഴും ദിലീപിനോടൊപ്പം തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. എന്തുകൊണ്ടാണ്? കാരണം ഇപ്പം താങ്കൾ പറഞ്ഞതിൽ ഒരു വാക്കാണ് അതിൻ്റെ പ്രശ്നം. ദിലീപിനെതിരെ ഒരു ഒറ്റ തെളിവ്, രണ്ട് വേണ്ട, ഒരൊറ്റ തെളിവ് ദിലീപിനെതിരെ ഇല്ല. ഇത് പറയാൻ എന്താ എനിക്ക് റൈറ്റ് എന്ന് പറഞ്ഞാൽ 120B അഥവാ ഗൂഢാലോചനയാണ് ദിലീപിനെതിരെ ചുമത്തിയിരിക്കുന്ന പ്രധാന വകുപ്പ്. 120B തെളിയാൻ ഒറ്റ തെളിവ് മതി. അതായത് നമ്മുടെ നിയമസംഹിത പ്രകാരം കോൺസ്പിറസി തെളിയിക്കാൻ എന്തെങ്കിലും ഒരു ഒറ്റ തെളിവ് മതി. ദിലീപിനെതിരെ ഈ നിമിഷം വരെ അയോട്ട ഓഫ് എവിഡൻസ് കിട്ടിയിട്ടില്ല. രാഹുൽ ഈശ്വർ പറയുന്നതല്ല, ജസ്റ്റിസ് സിയാദ് റഹ്മാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജിയുടെ വിധിന്യായത്തിൽ പേജ് നമ്പർ 58 പാരഗ്രാഫ് 26 അതിൽ അദ്ദേഹം പറയുന്നു, as of now ഈ നിമിഷം വരെ I am ready to accept the contention that there is no conclusive evidence to prove the allegations in the FIR. താങ്കൾ പറഞ്ഞ കാര്യം ഞാൻ സമ്മതിക്കുന്നു. പാസ് ഓഫ് നൗ എന്നാണ് അല്ലേ ഇതുവരെ, ഇനി അങ്ങോട്ട് പക്ഷെ അത് റദ്ദ് ചെയ്യപ്പെട്ടിട്ടില്ല. ഇത് തന്നെയാണ് പോയിന്റ്. as of now എന്ന് പറഞ്ഞാൽ ഇതുവരെ ഇല്ലെന്നാണല്ലോ. ഇതുവരെ ഇല്ല എന്ന് പറഞ്ഞാൽ തെളിവുകൾ ഫുള്ളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടെന്ന് താങ്കൾക്ക് അറിയാം. അപ്പൊ ഇതുവരെ കുറെ തെളിവുകൾ ഹാജരാക്കി കാണൂല്ലേ? അതെ, വളരെ കുറച്ച് തെളിവുകളാണ് പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടുള്ളത്. ഇതുവരെ ബാലേന്ദ്രകുമാർ പുറത്തുവിട്ട ഓഡിയോസ് ഇതുവരെ പ്രോസിക്യൂഷൻ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അതെല്ലാം അവിടെ ഹാജരാക്കിയിട്ടില്ല. ഇത്ര FIR ക്വാഷ് ചെയ്യുന്ന കേസിൽ പോലീസ് എന്തിനാ ഇത് രഹസ്യം പിടിച്ചോണ്ടിരിക്കുന്നത്? ആലോചിച്ച് നോക്കൂ. ദിലീപിന്റെ കേസ് എന്താണ്? FIR ക്വാഷ് ചെയ്യണം, അതാണല്ലോ കേസ്. FIR ദിലീപിനെതിരെ എടുത്ത് ശരിയായില്ല, ക്വാഷ് ചെയ്യണം. ഇത്രയും പ്രധാനപ്പെട്ട ഒരു കേസിൽ പോലീസ് ഈ തെളിവ് മറച്ചു പിടിക്കുന്നത് എന്തിനാ? എന്താന്ന് കൂടെ ഞാൻ പറയാം. ഇല്ല. എന്തുകൊണ്ടാണ്? ബെനിഫിറ്റ് ഓഫ് ദി ഡൗട്ട്. ഇനി അതായത് ഇതുവരെ ഇല്ലെന്ന് സമ്മതിച്ചല്ലോ. ഇതുവരെ ഇല്ല, പക്ഷെ മുന്നോട്ടുള്ള തെളിവുകളിൽ ബാധകമാണെങ്കിൽ ഉണ്ടാണെങ്കിൽ ദിലീപിനെ ശക്തമായി ശിക്ഷിക്കണം. പക്ഷേ നമ്മുടെ നാട്ടിലെ ഒരു മാധ്യമങ്ങൾ പോലും പറഞ്ഞില്ല ദിലീപിനെതിരെ ഇതുവരെ തെളിവില്ലെന്ന് കോടതി പറഞ്ഞു. ദിലീപിനെതിരെ 4 വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കുറ്റം ചുമത്തിയത്. 3 കാര്യങ്ങൾ നിലനിൽക്കില്ലെന്ന് കോടതി കണ്ടെത്തി. ദിലീപിനെതിരെ ഒരു തെളിവില്ലെന്ന് ജസ്റ്റിസ് സിയാദ് റഹ്മാന്റെ ബെഞ്ചിന്റെ വിധി വന്നിട്ട് അത് ഒരു മീഡിയയും ഹൈലൈറ്റ് ചെയ്തു പോലുമില്ല. കാര്യം എന്താ? ദിലീപ് കുറ്റക്കാരനായി നിൽക്കണം, അതാണ് നമുക്ക് സന്തോഷം. ദിലീപിനെ എങ്ങനെങ്കിലും താറടിച്ച് കാണിക്കണം. എന്തായാലും ദിലീപിനെതിരെ ഇല്ല, 3 റദ്ദ് ചെയ്തു. 4 റദ്ദ് ചെയ്തു, 1 നിലനിൽക്കുന്നുള്ളൂ. അതായത് 4 കൃത്യം പറഞ്ഞാൽ 116, 118, 506 അങ്ങനെ 3 റദ്ദ് ചെയ്തു. 1 മാത്രമേ 120B മാത്രമേ ഇപ്പം നിലനിൽക്കുന്നുള്ളൂ. എന്നിട്ട് കോടതി പറഞ്ഞ വരി കൂടി പറയാം, ബട്ട് ദി ബെനിഫിറ്റ് ഓഫ് ദി ഡൗട്ട് ഷുഡ് ഗോ ടു ദി പോലീസ് ആൻഡ് പ്രോസിക്യൂഷൻ. സംശയത്തിൻ്റെ അങ്ങനെ തന്നെ വേണം, യാതൊരു തർക്കവുമില്ല. അപ്പോൾ ദിലീപിനെതിരായി വന്ന വിധിന്യായത്തിൽ പോലും ദിലീപിനെതിരെ ഒരൊറ്റ തെളിവില്ലെന്ന് ഇതുവരെ ഇല്ലെന്ന്, കൃത്യമായിട്ട് താങ്കൾ കറക്റ്റ് ചെയ്താണ് കറക്റ്റ്, ഇതുവരെ ഇല്ലെന്ന് കോടതി പറഞ്ഞിട്ട് അതൊന്നും ഹൈലൈറ്റ് ചെയ്തു പോലുമില്ല. അപ്പോൾ ഇത്രയും കാലം ബാലേന്ദ്രകുമാർ പറഞ്ഞ കാര്യങ്ങൾ, സോ കോൾഡ് ഓഡിയോസ്, പ്രോസിക്യൂഷൻ പറഞ്ഞ കാര്യങ്ങൾ, ഈ മറ്റേ നമ്മുടെ ബൈജു പൗലോസിനെ ദിലീപ് ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കോടതി അംഗീകരിച്ചിട്ടില്ല എന്ന് വ്യക്തമാണ്. അതുപോലും പറഞ്ഞില്ല. ഇനി ഉണ്ടാവുമോ എന്നറിയില്ല, നമുക്ക് കാത്തിരുന്ന് കാണാം. ബാലേന്ദ്രകുമാർ സമർപ്പിച്ച ഓഡിയോസ് എല്ലാം തെറ്റായിരുന്നു എന്നുള്ളതാണോ? ബാലേന്ദ്രകുമാർ സമർപ്പിച്ച ഓഡിയോസ് എല്ലാം തുമ്പും തുരുമ്പുമില്ലാതെ, അറ്റവും മുറിയും ഇല്ലാതെ, പ്രത്യേകിച്ച് മീഡിയയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കറിയാം, ഫ്രീ ആയിട്ട് കിട്ടുന്ന ഗൂഗിൾ സോഫ്റ്റ്വെയറിൽ എഡിറ്റ് ചെയ്ത് വരെ ചേർക്കാൻ കഴിയുന്ന ഓഡിയോസ് അല്ലേ. ഉദാഹരണം ഞാൻ പറയാം. ദിലീപിന്റെ വോയിസ് അല്ലാന്ന് ദിലീപ് പോലും നിഷേധിച്ചിട്ടില്ല. ദിലീപിന്റെ വോയിസ് അല്ല എന്നല്ല പറയുന്നത്. ഞാൻ ഉദാഹരണം പറയാം. ശ്രീ ദിലീപ് ഈ കേസിൽ കുറ്റക്കാരനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു എന്നിരിക്കട്ടെ. ഇതിൽ ശ്രീ ദിലീപ് ഈ കേസിൽ കുറ്റക്കാരനാണ് എന്ന് പറയുന്ന ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന വാക്കുകൾ മാറ്റിയാൽ രാഹുൽ ഈശ്വർ ശ്രീ ദിലീപ് കുറ്റക്കാരനാണെന്ന് പറഞ്ഞു എന്നായില്ലേ?
ഇത് ശരിക്കും സംഭവിച്ചു കേട്ടോ, അങ്ങനെ സംഭവം ഉണ്ടായി. അതായത് ഈ കേസ് തുടങ്ങിയപ്പോൾ ശ്രീ ദിലീപിനെ തൂക്കിക്കൊല്ലണം. ഞാൻ ഒരു മാതൃഭൂമിയിലാണ്, ഇവിടെ പേര് പറയാനല്ലേ, ഇവിടെ പല മാതൃഭൂമി ചാനലിലെ ചർച്ചയിൽ ശ്രീ ദിലീപിനെ തൂക്കിക്കൊല്ലണം, ദിലീപ് തെറ്റുകാരനാണെന്ന് കണ്ടാൽ, ഇല്ലെങ്കിൽ അദ്ദേഹത്തോടൊരു ഖേദപ്രകടനം നടത്തണം. ഞാൻ ടി വിയിൽ പറഞ്ഞ വാക്കുകളാണ്. ചെന്നപ്പോൾ ഒരു ഭയങ്കര ദിലീപ് സപ്പോർട്ടർ, ദിലീപ് അനുകൂലി എന്നെ വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് ഷൗട്ട് ചെയ്തു, ദിലീപിനെ തൂക്കിക്കൊള്ളണം നിങ്ങൾ പറഞ്ഞല്ലേ. ഞാൻ പറഞ്ഞില്ല. ഇല്ല, ഞാൻ കേട്ടു, മറ്റേ മാതൃഭൂമിക്കാർ എഴുതി കാണിച്ചല്ലോ ദിലീപിനെ തൂക്കിക്കൊല്ലണം. അപ്പോൾ എനിക്കത് കത്തുന്നില്ല. ഞാൻ പറഞ്ഞു ഇല്ല, ശരി, ദിലീപ് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഇല്ല, നിങ്ങൾ ശ്രീ ദിലീപിനെ തൂക്കിക്കൊല്ലണമെന്ന് പറഞ്ഞു. പിന്നാണ് ഞാൻ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞത് ശ്രീ ദിലീപിനെ തൂക്കിക്കൊല്ലണം, ദിലീപ് തെറ്റുകാരനാണെങ്കിൽ, ഇല്ലെങ്കിൽ അദ്ദേഹത്തോടൊരു ഖേദം പറയണം എന്ന് പറഞ്ഞ വരിയിലെ ആദ്യത്തെ 3 വാക്കുകൾ മാത്രം എടുത്താൽ ശ്രീ ദിലീപിനെ തൂക്കിക്കൊല്ലണമെന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞത് വരാവില്ലേ? ഇനിയും കൃത്യം ഇത് സാഹചര്യം വെച്ച് ചേർക്കാം. ശ്രീ ബാലേന്ദ്രകുമാർ ഇടയ്ക്കൊരു ദിവസം എന്ന് പറഞ്ഞു, ഞാൻ കൃത്യമായിട്ട് എങ്ങനെ കൊല്ലണം എന്ന് ദിലീപ് പറയുന്നൊരു ഓഡിയോയും കാര്യങ്ങളും ഉണ്ടെന്ന്. ഞാൻ ശരിക്കും പേടിച്ചു, ഭഗവാനെ എന്തെങ്കിലും വലിയ തെളിവായിരിക്കും. അടുത്ത ദിവസമാണ് 2.25 സെക്കൻഡുള്ളൊരു ഓഡിയോ വരുന്നത്, അവനെ ഗ്രൂപ്പിലിട്ട് തട്ടണമെന്ന്. ലോകത്തിൽ ആരെങ്കിലും അങ്ങനെയാണോ ഗൂഢാലോചന നടത്തുന്നത്? അവനെ ഗ്രൂപ്പിലിട്ട് തട്ടണമെന്ന്. അതിനുശേഷം അനൂപിൻ്റെ ആണെന്ന് തോന്നുന്നു മറുപടി എന്താണെന്നറിയാമോ? 1 വർഷം അക്കൗണ്ട് ഉണ്ടാവരുത്. അതിനുശേഷം വേറെ ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ. അതായത് യഥാർത്ഥത്തിൽ ഇത് കേൾക്കുമ്പോൾ ഓർമ്മ വന്നത് പട്ടണപ്രവേശത്തിൽ മോഹൻലാലും ശ്രീനിവാസനും കൂടെ മൃതദേഹം പരിശോധിക്കാൻ പോകുമ്പം എബൌ എക്രോസ് എന്ന് പറഞ്ഞ് ഒരു ബന്ധമില്ലാത്ത കാര്യം പറയുന്ന പോലെ, ഇല്ലെങ്കിൽ ഗ്രൂപ്പിലിട്ട് തട്ടണം എന്നൊരു ഗൂഢാലോചനയുണ്ടോ? അപ്പോൾ അവിടെയും ഇവിടെയും കിടക്കുന്ന ഒരുപാട് ശബ്ദശകലങ്ങളിൽ നിന്ന് തങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ മാത്രം എടുത്ത് അത് പ്രൊജക്റ്റ് ചെയ്യുകയാണ്. ഇല്ലെങ്കിൽ ഒരു പ്രമുഖ ചാനൽ, എനിക്കിഷ്ടമുള്ള ചാനലാണ്, എനിക്ക് വളരെ ബഹുമാനമുള്ളതാണ് എൻ്റെ ആൾ, ഞാൻ അദ്ദേഹത്തിൻ്റെ ആരാധകനുമാണ് പണ്ട് തൊട്ടേ, അനൂപിൻ്റെ ഓഡിയോ ആണെന്ന് പറഞ്ഞൊരു ഓഡിയോ കൊണ്ടുവന്നു, ഓർമ്മ കാണുമല്ലോ. 1 മണിക്കൂറിനകം തകിടം പറഞ്ഞു. 1 മണിക്കൂറിനകം ദിലീപിൻ്റെ സഹോദരൻ ജഡ്ജിയെ ഇൻഫ്ലുവൻസ് ചെയ്തു, ജഡ്ജിയുടെ ഭർത്താവിനെ എങ്ങനെയെങ്കിലും കയ്യിലെടുത്തു, ആത്മബന്ധം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞു. 1 മണിക്കൂറിനുള്ളിൽ അത് മാറ്റി. ശരിക്കും ആ ചാനലിനെ പോലും ഇത് കൊടുക്കുന്നവർ പറ്റിക്കുകയല്ലേ? അതായത് ഇത്രയും സീരിയസ് ആയ കേസിൽ, ഇത്രയും ആൾക്കാർ ടെൻഷനോട് കൂടി കാണുന്നൊരു കേസിൽ അനൂപിൻ്റെ ഓഡിയോ ആണെന്ന് പറഞ്ഞ് ആ ചാനലിനെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചിട്ടായിരിക്കുമല്ലോ അവർ കൊടുത്തത്. അവരെന്ത് വലിയ ലോബിയായിരിക്കും, ഒന്ന് ആലോചിച്ച് നോക്കൂ. അനൂപിൻ്റെ ഓഡിയോ എന്ന് പറഞ്ഞൊരു ജഡ്ജിയുടെ ഹസ്ബൻഡിനെതിരെ വ്യാജ ഓഡിയോ കൊടുക്കാൻ തക്ക ശക്തമായ ഒരു ദിലീപ് വിരുദ്ധ മാഫിയ ഈ നാട്ടിൽ നിലനിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ കുറ്റം പറയാൻ കഴിയൂ? ഈ ഗൂഢാലോചന കേസ് മാറ്റി നിർത്തിയാൽ നടി ആക്രമിച്ച കേസിലോട്ട് വരുമ്പോഴും ഇതുവരെ താങ്കളിപ്പോൾ തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നതായിരിക്കാം പറയാൻ പോകുന്നത്. പക്ഷേ 8ാം പ്രതിയായ ദിലീപ് ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകി, അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്രിമിനൽ ഗൂഢാലോചനയിൽ, അല്ലെങ്കിൽ അത് കൊട്ടേഷൻ ഏൽപ്പിച്ചു എന്നുള്ളൊരു കാര്യത്തിലേക്ക് നിരവധി സാഹചര്യ തെളിവുകൾ ഇതുവരെയും ഉണ്ടായിട്ടുണ്ട്. 20 തന്നെ പറയാം, ഓരോന്നായിട്ട് പോവാം. ഒരൊറ്റ തെളിവ്, 2 അല്ല, സാക്ഷികൾ കൂറുമാറിയത്, അത് രണ്ടാമത്തെ കാര്യം. അതിലേക്ക് തന്നെ വരാം. ഒരൊറ്റ തെളിവ് ശ്രീ ദിലീപിനെതിരെ ഇല്ല. ഉണ്ടെങ്കിൽ ദിലീപ് ഒരിക്കലും വരാത്ത രീതിയിൽ അകത്ത് കിടക്കും. കാര്യം 120B പ്രൂവ് ചെയ്യാൻ ഏതെങ്കിലും ഒരു തെളിവ് മതി. ദിലീപിനെതിരെ ഒരൊറ്റ തെളിവുകൾ പോലും ഇല്ല എന്ന് ഓർപ്പിക്കട്ടെ. 2, 20 സാക്ഷികൾ കൂറുമാറി എന്നുള്ള എന്തൊരു പ്രൊപ്പഗാൻഡയാണ്. ആരൊക്കെയാണ് ഈ സാക്ഷികൾ? ഒറ്റ തെളിവ് പോലും ഇല്ലാതെയാണോ ദിലീപ് ഇത്രയും ദിവസം ജയിലിൽ കിടന്നത്? ഒറ്റ തെളിവ് പോലും ഇല്ലാതെ 84 ദിവസം ഈ മനുഷ്യനെ വേട്ടയാടി സുപ്രീം കോടതിയിൽ നിന്നാണ് അവസാനം ജാമ്യം കിട്ടിയത്. ഒറ്റ തെളിവ് പോലും ദിലീപിനെതിരെ ഇല്ല. കോടതി റിമാൻഡ് ചെയ്യാൻ പറഞ്ഞ നീതിപീഠവും പോലീസുകാർ വീണ്ടും അന്വേഷിക്കണം എന്ന് പറഞ്ഞു. പോലീസിന്റെ വാദം കോടതി അംഗീകരിച്ചു. ഒറ്റ തെളിവില്ലാതെ ഒരാളെ റിമാൻഡ് ചെയ്തു, കോടതി റിമാൻഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും അറസ്റ്റ് ചെയ്താൽ തെളിവ് വെച്ചിട്ടാണോ അറസ്റ്റ് ചെയ്യുന്നതല്ല, റിമാൻഡ് ചെയ്തത്. എന്തുകൊണ്ടാണ് കോടതി പറയുന്നത്? കാര്യം അത്രമാത്രം പോലീസും പ്രോസിക്യൂഷനും പ്രസ് ചെയ്യുന്നു. കോടതി വിചാരിച്ചു എന്തെങ്കിലും കാണുമെന്ന്, അവസാനം ഒന്നുമില്ല. ഇത് തന്നെയല്ലേ ദിലീപ് വധഗൂഢാലോചന 4 പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറയുന്ന കേസിൽ ആഞ്ഞാഞ്ഞ് വാദിച്ചു. ഞങ്ങളുടെ ശക്തമായ തെളിവുണ്ട്. എവിടെ തെളിവ്? അതിന് കോടതി മുൻകൂർ ജാമ്യം കൊടുത്തു, വേണ്ട തെളിവില്ലാത്തത് കൊണ്ട്. എന്തുകൊണ്ടാ കൊടുത്തത്? മറ്റത് തീർന്നില്ല. അല്ല, വേണ്ട തെളിവില്ലല്ലോ. എന്നിട്ട് ദിലീപ് ഈ കേസ് തെറ്റുകാരനാണെന്ന് പറയുന്നുണ്ടോ? ഇനി രണ്ടാമത്തെ കേസ് എന്തിനാ എടുത്തതെന്നും കൂടെ അറിയണം. ആദ്യ കേസിൽ അന്വേഷിക്കാനുള്ള സ്കോപ്പ് തീർന്നു. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ രണ്ടാമത്തെ കേസ് വെച്ച് ആദ്യ കേസ് അന്വേഷിക്കുകയാണ്. എന്നിട്ട് അവസാനം എന്താ പറയുന്നതെന്നും കൂടെ കേൾക്കണം. അതെല്ലാവരും പക്ഷേ കേട്ട് കാണും.